ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. നമുക്കൊരു വചനഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. സഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യയായ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. തുടർന്ന് മറുപടിയായിട്ട് സഖര്യാവ് പറയുകയാണ്. സഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോതിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് നാം വായിച്ച വചനത്തിൻ്റെ ആരംഭത്തിൽ കേൾക്കുവാനിടയായി തീർന്നത്. സഖര്യാവ് എന്ന് പറയുന്ന ആളെ നമുക്കറിയാം. യേശുവിനെ സ്നാനം കഴിപ്പിച്ച സ്നാപക യോഹന്നാൻ എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ്റെ അപ്പനാണ് സഖര്യാവ്. അമ്മ എലിസബത്ത്. ഇവർ രണ്ടുപേർക്കും കുട്ടികളുണ്ടായിരുന്നില്ല. ഇവർ വളരെ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ യൗവനത്തിലോ അവരുടെ പ്രതീക്ഷിക്കുന്ന സമയത്തോ ഒന്നും അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചില്ല. അങ്ങനെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. വാർദ്ധക്യത്തിലെത്തി. ഇനിയൊരു കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോ ആശയോ ഒന്നും അവർക്കില്ല. ഈ സമയത്താണ് ദൂതൻ മുഖാന്തരം സഖര്യാവിന് അരുളപ്പാടുണ്ടാകുന്നത്. സഖര്യാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സഖര്യാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊണ്ടുവന്നിരിക്കുക. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാം. അതിന് മറുപടിയായിട്ട് സഖര്യാവ് പറയുകയാണ്, ഇതെങ്ങനെ സാധിക്കും? എൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തി, എൻ്റെ ഭാര്യയും വൃദ്ധയായിരിക്കുന്നു. ഇനി എങ്ങനെ സാധിക്കും? അപ്പം പ്രാർത്ഥിച്ചത് മുൻപ് അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. അന്നൊന്നും അത് കിട്ടിയില്ല. പിന്നെ ആ ചിന്തയൊക്കെ അങ്ങ് വിട്ടു. പിന്നെ ആ പ്രതീക്ഷയൊക്കെ അങ്ങ് വിട്ടു. കാരണം ഇനിയൊരു കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കാൻ ഉള്ള ശാരീരികാവസ്ഥ എനിക്കോ ഭാര്യയ്ക്കോ ഇല്ല. രണ്ടുപേരും വൃദ്ധരായി. ദൂതൻ പറഞ്ഞു, തക്ക സമയത്ത് പ്രവർത്തിക്കാനുള്ള, തക്ക സമയത്ത് നിവൃത്തി വരാനുള്ള ഈ വാക്ക് നീ വിശ്വസിച്ചില്ലല്ലോ. തക്ക സമയത്ത് സംഭവിക്കാനുള്ള ഈ വാക്ക് നീ വിശ്വസിക്കാത്തതുകൊണ്ട് ഇത് സംഭവിക്കുന്നത് വരെയും നിനക്കിനി സംസാരിപ്പാനുള്ള ശേഷി ഉണ്ടാവില്ല. കാര്യങ്ങൾ അപ്രകാരം തന്നെയൊക്കെ സംഭവിച്ചു. വൃദ്ധനായ സഖര്യാവിന് വൃദ്ധയായ എലിസബത്തിൽ വാർദ്ധക്യത്തിൽ തന്നെ ഒരു ശിശു ജനിച്ചു. ശിശു ജനിച്ചപ്പോൾ അവൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടി. അവൻ സംസാരിച്ചു.
ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കേണ്ടത്, നാം കർത്താവിനെ ഒരു കാര്യം ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിന് മറുപടി തരാതിരിക്കുകയില്ല. കർത്താവിനൊരു സമയമുണ്ട്, മനുഷ്യനൊരു സമയമുണ്ട്. മനുഷ്യൻ്റെ സമയം വരെയും മനുഷ്യൻ കാത്തിരിക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോഴേക്കും മനുഷ്യൻ്റെ വിശ്വാസം നഷ്ടപ്പെടും. അത് പാടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം. ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ലെന്ന, പ്രാർത്ഥിച്ച് സമർപ്പിച്ച വിഷയത്തിന്മേൽ ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ല. അതുപോലുള്ള പ്രാർത്ഥനയായിരിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കറിയാം. പ്രാർത്ഥനാശീലമുള്ളവർക്ക് അത് പ്രത്യേകിച്ച് അറിയാം. ഞാനൊരു പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിക്ക് വെച്ചതിന് ശേഷം അതിന്മേൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളതിന് പ്രവാചകനൊന്നും വരണ്ട. നമ്മുടെ ഉള്ളിൽ അറിയാം അതിൻ്റെ പ്രാഗൽഭ്യം. കർത്താവ് അതിൻ്റെ മറുപടി തരും അല്ലെങ്കിൽ തന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളത്തോട് കർത്താവ് പറയും, നമ്മളെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം നമ്മുടെ പ്രാണനിൽ കർത്താവ് തരും. കർത്താവ് പ്രാർത്ഥന കേട്ടു എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മനുഷ്യൻ്റെ സമയത്തായിരിക്കില്ല. ആ സമയമാകുമ്പോഴേക്കും വചനം പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവീൻ. ശാന്തമായി പ്രാർത്ഥിച്ചല്ലോ, പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് സഹായിച്ചല്ലോ, ദൈവാത്മാവിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടല്ലോ, അതിനുള്ള പ്രാഗൽഭ്യം ഹൃദയത്തിൽ തന്നല്ലോ. ഇനി മിണ്ടാതിരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും സമയത്തിനും വേണ്ടി കാത്തിരിക്കുക. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവീൻ. മിണ്ടിയാലുള്ള കുഴപ്പം എന്താ? ഇപ്പോൾ ഇവിടെ സംഭവിച്ചതുപോലെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിക്ക് വിഷയം വെച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, അതിൻ്റെ മറുപടിക്കുള്ള പ്രാഗൽഭ്യവും തന്നു. പക്ഷേ സമയത്തിന് കിട്ടിയില്ല. സക്കരിയാവിനും എലിസബത്തിനും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു, വിശ്വാസമൊക്കെ പോയി. ഇനി ഒരു കുഞ്ഞ് ലഭിക്കുമെന്നുള്ള വിശ്വാസമൊക്കെ പോയി. ഈ സമയത്താണ് ദൂതൻ്റെ സന്ദർശനം. സക്കരിയാവെ, ഭയപ്പെടേണ്ട, നിനക്കൊരു ശിശു ജനിക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം ഓർത്തു കൊള്ളണം. പറയുന്നത് ദൂതനാണ്, സ്വർഗത്തിലെ ദൈവമാണ് ദൂതനെ അയച്ചിരിക്കുന്നത്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്നാണ് കർത്താവ് ചോദിച്ചിരിക്കുന്നത്. അതിന്മേൽ കയറിയൊരു വാക്ക് പറയേണ്ട കാര്യമുണ്ടോ? കാര്യം ശരിയാണ്. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്. ജഡത്തിലുള്ള ബലഹീനതയുണ്ട്, നമുക്ക് വിശ്വാസമൊക്കെ കുറഞ്ഞു പോയെന്ന് വരാം. പക്ഷേ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളും. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥന കേട്ടത് ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരേണ്ടത് ദൈവമാണ്. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മളെക്കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിച്ച് ദൈവത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണം എന്നുള്ളത് ശത്രുവിൻ്റെ പ്രവർത്തനമാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും സക്കരിയാവ് ഇത് കേട്ടപ്പോൾ നേരെ പറയുകയാണ്, ഞാൻ വയസ്സ് ചെന്നിരിക്കുന്നു, എൻ്റെ ഭാര്യയും വയസ്സ് ചെന്നതാണ്, പിന്നെ ഇതെങ്ങനെ സാധിക്കും? ദൂതൻ പറഞ്ഞു, തക്ക സമയത്ത് നിവൃത്തിയാകാനുള്ള ഈ വിഷയം ദൈവം പറഞ്ഞയച്ച് ഞാൻ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇത് നിവൃത്തീകരിക്കുന്നതുവരെയും സംഭവിക്കുന്നതുവരെയും നിനക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടോ? മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ആ സംഭവിക്കുന്നത് കാത്തിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ സ്വീകരിക്കാൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് അനുഭവം മറ്റൊന്നാകുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, മടുത്തു പോകരുത്, ദർശനം വൈകിയാലും അതിനായി കാത്തിരിക്കാം.
ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ള, ദൈവത്തിൽ ആശ വെച്ച് ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ദൈവം ഏറ്റെടുത്തുവെന്ന് പ്രാഗൽഭ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് വൈകിയാലും വരും. അതിനായി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയെന്ന് മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്നറിഞ്ഞ് അത് പ്രാപിച്ചു കൊള്ളുക. നമ്മുടെ വാക്കിനാൽ നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള, നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടിക്കുള്ള അവസരം ഇല്ലാതെയാക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടുത്തു കളയരുത്. അതിനാൽ നാം കുറ്റക്കാരായി തീരരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും മറുപടിയുണ്ട് തക്ക സമയത്ത്. അതിനുവേണ്ടി കാത്തിരിക്കുക. മിണ്ടാതിരുന്ന് നമ്മുടെ കർത്താവ് ദൈവമെന്നറിഞ്ഞുകൊള്ളുക.